കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന MDയുടെ വീട്ടിൽ നിന്ന് നേരെ രവീന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു ശ്രീകാന്ത് ഹാളിലുണ്ടായിരുന്നു. ശ്രീകാന്തിനെ കണ്ടപടി രവീന്ദ്രൻ ചോദിച്ചു, അല്ല ശ്രീ, നീ ഇന്ന് ബൈക്ക് എടുത്തായിരുന്നു ചോദിക്കുക സച്ചിയുടെ. അതെന്താ വെച്ചാ അങ്ങനെ ചോദിച്ചാ? എടുത്തായിരുന്നോ ഇല്ലയോ? എടുത്തായിരുന്നു വെച്ചാ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് പോണായിരുന്നു, ആ റെസ്റ്റോറൻറ്റ് വരെ പോയതാന്ന് പറയാണ്. അല്ല, പോയിട്ട് വരുന്ന വഴി എന്തേലും സംഭവങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഉണ്ടായ വെച്ചാ, ഒരു പെണ്ണുണ്ടല്ലോ വരുന്ന വഴിയിൽ അവളുടെ സ്കൂട്ടിയായിട്ട് പറത്തിയും കൂടെ വന്നു. പാവം ഒരു അമ്മച്ചിനെ ഇടിച്ചിട്ടിട്ട് പോയി. ഞാൻ വെറുതെ വിടുവാച്ചാ, ഞാൻ അവളെ പുറകെ പോയി പിടിച്ചു നിർത്തിയിട്ട് അവളുടെ നിന്ന് 1000 രൂപ മേടിച്ച് അമ്മച്ചിക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാണ്. ആഹാ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും സ്തുതി അങ്ങോട്ട് വന്നിട്ട്, നിനക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും പെൺപിള്ളേർ ഏതെങ്കിലും വഴി പോവില്ലേ? ഇതൊക്കെ വഴിയാണ് സംഭവിക്കുന്ന കാര്യങ്ങളാ. നിനക്ക് ആ പെങ്കുച്ചിനെ പിടിച്ചു നിർത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഓഹോ, സുധിയേട്ടനാണ് അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി മനസാക്ഷിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മയാണെങ്കിലോ അങ്ങനെ ഒരു അവസ്ഥ കിടക്കുന്നേ, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുവോ? ഞാൻ അത്രേ ചെയ്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതിന് ഇവിടെ ശ്രീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനൊരു നല്ല കാര്യമല്ലേ ചെയ്തേന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരിക. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ലേലും നിങ്ങളുടെ വേറെ 2 മക്കളും സച്ചിയുണ്ട് ശ്രീയുണ്ട്, ഇവറ്റകൾക്ക് 2 പേർക്ക് ഇച്ചിരി സ്നേഹം കൂടുതലാണല്ലോ മറ്റുള്ളവരോട്. അതൊക്കെ എന്റെ സുധീനെ കണ്ടുപിടിക്കുക, അവൻ അവന്റെ കാര്യം നോക്കിയേ നിൽക്കുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവൻ അവന്റെ സ്വന്തം കാര്യം സിന്താബ, അതിന്റെ അപ്പുറത്തേക്ക് അവൻ ആരോടും ഒരു കരുണയും ദയൊന്നും ഇല്ലോ എന്ന് പറയാണ്. അല്ലെങ്കിൽ ശ്രീക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ശ്രീക്ക് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? അല്ല എവിടെയെങ്കിലും കിടക്കുമല്ലെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അമ്മ എന്ത് വർത്താനം അമ്മയെ പറയണേന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇവനും സുധിയുടെ അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇങ്ങനെയൊക്കെ അവരുടെ നാവിന്ന് വരുള്ളൂ, അവരിങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വഴക്കിടാനൊന്നും സമയമില്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ. അല്ല ഇപ്പൊ എന്താ നിനക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളേ? അതെ, സുധിയുടെ കല്യാണം വരുമല്ലേ, ഹാള് ബുക്ക് ചെയ്യണം. ഹാൾ ബുക്ക് ചെയ്ത് മാത്രമല്ല, സദ്യക്കുള്ള ഓർഡർ കൊടുക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതിന് കുറച്ച് പൈസ ചെലവുള്ള കാര്യങ്ങളാ ഇനി നടക്കാൻ പോണേ, അതിനുള്ള പണം സംഘടിപ്പിക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ, സുധിയുടെ കല്യാണം കൊള്ളാം, പൊളിയായിട്ടുണ്ട്, അതിന് ഹാളും വേണ്ട, ഓഡിറ്റോറിയം വേണ്ട, ഒരു സംഗതിയും വേണ്ടെന്ന് പറയാം. സുധിയും ചന്ദ്രമതി അന്തം വിട്ട് നോക്കുക. നിങ്ങൾ എന്താ രവിയേട്ടാ പറയണേ? പിന്നെ അവന്റെ കല്യാണം നടത്തണ്ടേന്ന് ചോദിക്കും. എടി അതിനല്ലേ അമ്പലങ്ങളുള്ളേ, ഒരു ക്ഷേത്രത്തിൽ വെച്ച് അങ്ങോട്ട് വിവാഹം നടക്കും, പിന്നെ സദ്യയുടെ കാര്യം ഈ വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ടെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? സച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തിയെന്ന് ചോദിക്കുക. സച്ചിയുടെ കല്യാണം അല്ലല്ലോ അവിടെ നടത്താൻ തീരുമാനിച്ചിരുന്നേ, നിന്റെ മൂത്ത മോന്റെ വിവാഹം തന്നെ അല്ലായിരുന്നോ? അവനായിട്ടല്ലേ ബന്ധം തകർത്തേ. അതുകൊണ്ട് ഇനിയിപ്പൊ അങ്ങനെ ഒരു ആഘോഷം വേണ്ട. പറയാൻ പറ്റില്ല, ഇനി വലിയ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിട്ടെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് മുങ്ങി ഓടാല്ലേ അവന്റെ പ്ലാന്. വെറുതെ എന്തിനാ അത്ര ആൾക്കാരുടെ മുന്നിൽ നാണം കിടുന്നേ? അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതി മതി എന്ന് പറയണം. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. അതെങ്ങനെ ശരിയാവും നിങ്ങൾ പറ? അതെ, സുധിയുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ അവർക്കൊക്കെ നാണക്കേടല്ലേ, അവരൊക്കെ വലിയ കോടീശ്വരന്മാരാന്ന് പറയാം. ആര് വരുമെന്ന് പറഞ്ഞ്? സുധിയുടെ വീട്ടിൽ നിന്ന്. എടി ഇന്ന് വരെ അവരുടെ വീട്ടിൽ 4 വന്ന് നീ കണ്ടിട്ടുണ്ടോ? അവരുടെ ബന്ധുക്കാർ വന്ന് കണ്ടിട്ടുണ്ടോ? കല്യാണം ആലോചിക്കാനും എല്ലാത്തിനും ആ പെണ്ണ് തന്നെയാ വന്നേ. അപ്പൊ ആ പെണ്ണ് മാത്രമല്ല വരാൻ പോകുന്നുള്ളൂ. പിന്നെ ചന്ദ്ര, ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് അവൾ എന്താ ഏതാണെന്നും അറിയത്തില്ല, നീ കൂടുതൽ അന്വേഷിച്ചായിരുന്നു ചോദിക്കുക. എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അവളെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു, അവള് നല്ല കോടീശന്റെ പുത്രി തന്നെയാ. രവിയേട്ടൻ എന്താ സംശയം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. സംശയമൊന്നും ഇല്ല, എപ്പോഴും ഇത് കേട്ടാ മതി, അവളുടെ സ്വഭാവം എന്താന്ന് പോലും അറിയത്തില്ലാതെയാ നീ കല്യാണം ആലോചിച്ച് വന്നേക്കുന്നത്. അവള് സ്വന്തമായിട്ട് ഇങ്ങോട്ട് വന്ന് ആലോചിച്ച് വിവാഹം അതുകൊണ്ട് എനിക്ക് ഇതിനോട് താല്പര്യമില്ല, പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല കേട്ടിരുന്ന അവസാനം പറയില്ലെന്ന് പറയാണ്. ഇത്ര മണി രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാണ്. സുധി പറഞ്ഞു, ഈ അച്ഛനത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്ത് പറ്റാൻ, അസൂയ അല്ലാതെ എന്താ? അച്ഛന്റെ മോന് സച്ചിക്ക് കിട്ടാത്തൊന്നും വേറെ ആർക്കും കിട്ടില്ല, അതിന്റെ അസൂയ കാരണം പറയണല്ലേന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന സച്ചിൻ രേവതിയും കൂടെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുവാണ്. സച്ചിയോട് നിനക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറയണത്. അവിടെ ഇറങ്ങി കഴിയുമ്പോൾ രേവതി ഇങ്ങനെ ചുറ്റും അന്താളിപ്പോടെയാണ് നോക്കുന്നത്. എന്ത് ഭംഗിയുള്ള സ്ഥലം അല്ലേന്ന് ചോദിക്കണം. പിന്നീട് രേവതി അങ്ങോട്ട് മാറിപ്പോവാ. അപ്പൊ സച്ചിൻ, നീ എങ്ങോട്ടാ പോണേ? ഞാൻ ഇതിവിടെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. അപ്പൊ നീ ഇന്ന് വരാൻ ഉദ്ദേശമില്ലേ? അല്ല വരുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് നാളെ വരാമെന്ന് പറയാം. ഇതെന്താ ഇത്? നിക്ക്, ഞാൻ ഇവിടുന്ന് കണ്ടിട്ട് വരട്ടെ. എന്റെ പൊന്നോ, ഇതൊക്കെ പിന്നെയാളും കാണാം, ഇതൊക്കെ പിന്നെ ഞാൻ നിന്നെ കൊണ്ടൊന്ന് കാണിച്ചാ പോരെ, ഇപ്പൊ ഇങ്ങോട്ട് നടക്ക്, അവിടെ അച്ഛമ്മ നോക്കിയിരിക്കുമായിരിക്കും എന്ന് പറയണം.
അങ്ങനെ പോരുന്ന വഴിക്ക് രേവതി ആകാംക്ഷയോടുകൂടി എല്ലാം നോക്കുന്നത്. അല്ല, ഇവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ കിട്ടില്ലേ വീട്ടിലേക്ക്? ഓട്ടോറിക്ഷയൊക്കെ കിട്ടും, വരുവാണെ കൈ കാണിച്ച് പോവാം, അല്ലെങ്കിൽ അങ്ങോട്ട് നടന്നു പോവാന്ന് പറയണം. രേവതി ഇവിടെ നടന്നു പോയാൽ മതി, അങ്ങനെയാണ് എനിക്ക് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് പറയണം. രണ്ടുപേരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലാവതി മുത്തശ്ശി വഴിക്കണ്ണുമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടപടി തന്നെ സച്ചി ഓടിച്ചെന്ന് അച്ചമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. കുറെ സമയമല്ലേ വഴിക്കണ്ണുമായിട്ട് നോക്കി നിൽക്കുന്നേ, ഈ അച്ചമ്മയുടെ മോനെ കാണാൻ നോക്കി നിന്നല്ലേന്ന് പറയണം. പിന്നെ നിന്നെ കാണാൻ ആര് നോക്കി നിൽക്കുന്നു, ഞാൻ എൻ്റെ കൊച്ചുമോളെ കാണാൻ വേണ്ടി നിന്നാന്ന് പറഞ്ഞിട്ട് രേവതിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി ആ കയ്യിലിരുന്ന ബാഗ് താഴേക്ക് ഇടുകയാണ്. രേവതി ശ്രദ്ധിച്ചു. അപ്പൊ ഇപ്പൊ എന്നെ വേണ്ടല്ലേ, ഞാൻ വെറും കറിയാപ്പിലല്ലേ? രേവതിയോട് ചോദിച്ചു. അല്ല മോളെ, നീ എന്താ വരാത്തേന്ന് ചോദിക്കണം. ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് അച്ഛമ്മേനെ ഒന്നും കാണാൻ തോന്നില്ലെന്ന് പറയണം. എങ്ങനെ മുത്തശ്ശി, ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ വരാൻ പറ്റുള്ളൂ? അതെന്താടാ, നിനക്ക് നിന്റെ മോളെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ചോദിക്കണം. അതെ അതെ, നീ ആ കുറ്റം കൂടെ എന്റെ തലയിലേക്ക് കെട്ടി വെച്ചോ, അല്ലേ തന്നെ വീട്ടില് അച്ഛന്റെ കുറ്റപ്പെടുത്തത് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്ന് ഈ പാണ്ടെ ഇവിടെ അച്ഛമ്മയുടെ പറഞ്ഞു. മോള് കയറി വരാൻ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടാൻ തുടങ്ങണം. അപ്പാണ് പാറുവമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പൊ പാറുമ്മനെ പരിചയപ്പെടുത്തുക. ഇതെന്റെ കൂട്ടുകാരി, എന്റെ എല്ലാ കാര്യത്തിനും ഓളിനോളാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പാറുവമ്മയാന്ന് പറയാണ്. പിന്നെ രേവതിയും പരിചയപ്പെടുത്തുകയൊക്കെയാണ്. പാറുവമ്മയോട് കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ എന്ത് നോക്കി നിൽക്കുക, പോയി ആ നിലവിളക്ക് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറയണം. പാറുവമ്മ അകത്തേക്ക് നിലവിളക്ക് എടുക്കാൻ പോവാണ്. അങ്ങനെ നിലവിളക്കൊക്കെ എടുത്തോണ്ട് സച്ചി അന്തം വിട്ടാ നോക്കുന്നേ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതെന്താ ഒരുമാതിരി പുതുപ്പെണ്ണിനെ കയറ്റുന്ന പോലെ നിലവിളക്കൊക്കെ കൊളുത്തി? അതെന്താ പുതുപ്പെണ്ണല്ലേ? 10-60 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പാറുവമ്മ ചോദിക്കാണ്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്താ പുതുച്ചെറുക്കനല്ലേന്ന് ചോദിക്കാം. നീ പുതുച്ചെറുക്കനാണല്ലോ, നീ എപ്പോ ഇവിടെ വന്നാലും ഞങ്ങളുടെ പുതുച്ചെറുക്കൻ തന്നെയല്ലേന്ന് കലാവതി മുത്തശ്ശി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സച്ചി ഇരിക്കുകയാണ്. പിന്നീട് രേവതിയുടെ കൈ നിലവിളക്കും കൊടുത്ത് രേവതിനെയും കൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോണം. അപ്പൊ സച്ചി ഇങ്ങനെ പുറത്ത് വയ്ക്കുക. സച്ചി പറഞ്ഞു, എന്റെ ദൈവമേ, കാലത്തിന്റെ ഒരു പോക്കെ, എന്നെ ഇപ്പൊ ആർക്കും വേണ്ടാതായെന്ന് പറയണം. മുത്തശ്ശി, നീ എന്തേലും പറഞ്ഞെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാനൊരു തത്വം പറഞ്ഞാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേനും രേവതിനെ സച്ചിനെ അവിടെ പിടിച്ചിരുത്തുവാണ്. അപ്പൊ രേവതിക്ക് ആ വീടും പരിസരവും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി, നല്ല ഭംഗിയുണ്ടായിരുന്നു പറയാ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് മോളെ, ഇവിടെ എല്ലാം നടന്ന് കാണിക്കാൻ ഞാൻ സച്ചിയോട് പറയാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചല്ല, അച്ഛനൊക്കെ എന്തെടുക്കുന്ന സച്ചി സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്, ആ സുധി ഉണ്ടല്ലോ, ആ ഫ്രോഡിന്റെ കല്യാണമെന്ന് പറയണം. കല്യാണം എങ്ങനെ? പെണ്ണൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അച്ഛമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കഴിയുമ്പത്തേനും രേവതിയുടെ മോള് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രേവതിനും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. മുത്തശ്ശി അങ്ങോട്ട് പോയി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ് വീണ്ടും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ആഹാ, ഇവന്മാരെത്തിയോ, കൊള്ളാലോ, സച്ചി വന്നെന്നറിഞ്ഞിട്ടുള്ള അവരുടെ വരവ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ ഒരുത്തം പറഞ്ഞു, എടാ മുത്തശ്ശി അകത്ത് കാണും, നീ പോയി സച്ചിനെ വിളിക്കാൻ പറയാണ്. അതെങ്ങനെ ശരിയാവും? ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാം. ആഹാ, അതെങ്ങനെ ശരിയാവുന്ന, നീ തന്നെ പോയി വിളിച്ചാൽ വന്നു ഒരുത്തനെ ഉന്തിത്തള്ളി വിടാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് മുത്തശ്ശി എന്ത് ചെയ്യണം, അപ്പുറത്തൂടെ പുറകെ കൂടെ മാറി വരിക. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, എടാ ശരി ശരി, ആ മുത്തശ്ശി അവിടെ കാണുവരും, മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് വേണം വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് മുത്തശ്ശിയുടെ മുഖത്തേക്കാ. എടാ, എന്റെ കണ്ണ് വെട്ടിക്കല്ല നീ പ്ലാൻ ചെയ്തേക്കുന്നത്, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഇവരെ കണ്ടപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് എടാ ഈച്ചയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവന്മാരെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ ഒരുത്തന്റെ ഇരട്ടപ്പേരാണ് ഈച്ച എന്നുള്ള. എടാ നിങ്ങളെപ്പോ വന്നു? അതെ, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന് നിന്നോളെന്ന് പറയണം. മുത്തശ്ശിനെ കണ്ടപ്പിച്ച് വർത്താനമൊക്കെ പറയാന്ന് പറയണം. മനസ്സിലായെന്ന് പറയാം. അല്ല, നിനക്ക് സുഖമാണോടാന്ന് ചോദിക്കുകയാണ്. പിന്നെ സുഖമാണോന്നോ, പരമാനന്ദ സുഖമല്ലേന്ന് പറയണം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരുത്തൻ ഇങ്ങനെ പരമാനന്ദ സുഖമെന്ന് പറയണേ. എന്നാലും നിന്റെ കല്യാണമൊക്കെ ഇത് എങ്ങനെ ഇടപെടിയെന്ന് നടന്നടാ, ഞങ്ങളോട് എന്താ നീ ഒന്നും പറയായിരുന്നേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല കല്യാണം നടന്ന കാര്യമൊക്കെ അറിയാലോ, ഇനിയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കേട്ടോ സച്ചി എന്ന് പറയാണ്. സച്ചിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അല്ല, എല്ലാം കൂടെ ഇറങ്ങിയേക്കുന്ന എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അല്ല മുത്തശ്ശി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് ഇറങ്ങി വന്നു. രേവതിനെ കണ്ടവിടെ തന്നെ ഒരുത്തൻ പറഞ്ഞു, അല്ല പെങ്ങളെ, ഞങ്ങളെ നിങ്ങളെ ഒരു ഡിന്നറിന് ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. ഡിന്നറിന് ക്ഷണിക്കാനോ? അതെ. അല്ല, ഞങ്ങൾക്ക് പാർട്ടിയൊന്നും തന്നില്ലോ, ഞങ്ങൾക്ക് ഒരു പാർട്ടി തന്നില്ല, അപ്പൊ ഞങ്ങൾ തിരിച്ചൊരു പാർട്ടി ഇങ്ങനെ തരണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതിന് രേവതിയുടെ മുഖം കൂടെ മാറി. സച്ചി പറഞ്ഞു, അതെ, ഒരു പാർട്ടിക്ക് പോയിട്ട് ക്ഷീണം മാറിയിട്ടില്ലടാ, ഇനിയും പാർട്ടി വേണമെന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അളിയാ, പാർട്ടി വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇപ്പം രേവതി സച്ചിനോട് ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. അതെ, പാർട്ടി നിങ്ങൾക്കറിയാലോ, ഒരു പാർട്ടിക്ക് പോയിട്ട് എന്താ സംഭവിച്ചത്, എന്നെ ഈ കാര്യത്തിലൊന്നും വിളിക്കേണ്ടെന്ന് പറയണം. ഈ സമയത്ത് പുറത്തു നിന്ന് ഒരുത്തൻ പറഞ്ഞു, നോക്കടാ, കല്യാണം കഴിഞ്ഞ് സച്ചിക്ക് എന്ത് മാറ്റമെന്ന് നോക്കി,
ഭാര്യയുടെ അനുമതി മേടിക്കാൻ പോയേക്കുന്നു. സിംഹത്തെ പോലെ ഇരിക്കുന്ന അവൻ പൂച്ചയെ പോലെ പോയി നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചുമ്മാര് ചിരിക്കുവാണ് പുറത്ത് നിന്നിട്ട്. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വന്ന് രേവതിയോട് എന്താ മോളേന്ന് ചോദിക്കുകയാണ്. അല്ല, അവർക്ക് എന്തോ ഒരു പാർട്ടി തരണമെന്ന്. ഞാനപ്പം പറയുമായിരുന്നു പാർട്ടിയൊന്നും അവിടെ വെച്ച് വേണ്ട, ഇനി എന്നേലും ഒരു ദിവസം ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാന്ന്. അത് ശരിയല്ലേ മുത്തശ്ശിന്ന് ചോദിക്കുകയാണ്. മോള് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, അത് മതി, ഞാൻ അവന്മാരോട് പറഞ്ഞോളാന്ന് പറഞ്ഞ് മുത്തശ്ശി നേരെ ചെല്ലുവാണ്. എടാ, ആർക്കാടാ ഇപ്പൊ പാർട്ടി കൊടുക്കണ്ടേ? അതെ, അവൻ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ, എല്ലാത്തങ്ങളും പോക്കണം. വന്ന് കയറി വീണ പാർട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഓരോ ഏടാ കൊടുത്ത് ചെന്ന് ചാടാനായിരിക്കും, ഓരോ പൊല്ലാപ്പുകളൊക്കെ ഒപ്പിക്കാനായിട്ട്. വിട്ടോ ഇല്ല, ഞാൻ എന്ന് എല്ലാത്തോണ്ട് തരൂന്ന് പറയാണ്. ഈ സമയം എന്നാ ശരിയുടെ സച്ചി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്മാര് പതുക്കെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശി സച്ചി അങ്ങോട്ട് അകത്തേക്ക് കയറിക്കേ എന്ന് പറയാം. അതാ ഞാൻ ഇങ്ങോട്ട് വരില്ലാത്ത. മുത്തശ്ശിക്കാണ് ഞാൻ വന്ന പുറത്ത് പോകുന്ന ഇഷ്ടമില്ലെന്ന് പറയണം. എടാ, പുറത്ത് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നീ വെറുതെ അല്ല പോകുന്നേ, എന്തേലും കുതന്ത്രം ഒപ്പിക്കാൻ പോകുന്ന പോക്കല്ലേ, അങ്ങനെയൊക്കെ പോണ്ട. മുമ്പ് പോയതുപോലല്ല, കല്യാണം കഴിഞ്ഞു, ഇവിടെ നിന്നെ കാത്തൊരു പെണ്ണിരിക്കുന്നുണ്ട്, ആ ഒരു ചിന്ത വേണം. നിന്റെ സ്വഭാവം എനിക്ക് അറിയാൻ പാടില്ല സച്ചിന്ന് ചോദിക്കുവാണ്. സച്ചി പെട്ടു. രേവതിനും വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് മുത്തശ്ശി കയറി പോകുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് അവന്മാരെ കേറ്റിന്റെ വെളിയിൽ നിന്ന് സച്ചിനെ വിളിക്കുകയാണ്. അതേ, ഞങ്ങൾ പുറത്ത് കാണും, അങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കണം. വരാം, കുപ്പിയൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് സമാധാനമായി. അപ്പൊ എങ്ങനെ പുറത്ത് കിടക്കണം എന്നറിയില്ല, സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.